നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഫ്രണ്ട്സിൻ്റെ ആവശ്യമുണ്ട്. വി വോണ്ട് ടു ഫീൽ ലൈക്ക് വി ബിലോങ് ടു എ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആൻഡ് വി നീഡ് ടു ഫീൽ ലൈക്ക് വി ഹാവ് എ പൊസിഷൻ ഇൻ ദ സർക്കിൾ. പക്ഷേ മിക്കപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നമുക്കൊരു ഗ്രൂപ്പിൽ വില കിട്ടിയെന്ന് വരില്ല. വി ഓഫൺ ഫീൽ റിജക്റ്റഡ്. ദിസ് ഈസ് കോൾഡ് പിയർ റിജക്ഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഡു വാച്ച് ദിസ് വീഡിയോ. Rejection എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ബിഹേവിയർ ദറ്റ് പീപ്പിൾ യൂസ് ടു എക്സ്ക്ലൂഡ് വൺ അനദർ. ഇതൊന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആകാം, ലൈക്ക് വി ഷോ കൺട്രോളിങ് ബിഹേവിയർ, അല്ലെങ്കിൽ വി ബുള്ളി അതേഴ്സ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം, ലൈക്ക് വി സ്പ്രെഡ് റൂമേഴ്സ് ഓർ ഗോസിപ്പിംഗ്. നിങ്ങൾക്കറിയാം, ഈ പിയർ റിജക്ഷനും ആൻറ്റി സോഷ്യൽ ബിഹേവിയറും തമ്മിൽ ഒരു ബന്ധം തന്നെയുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ മിക്കപ്പോഴും നമ്മൾ പിയർ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു സിംഗിൾ ആൾ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതല്ല, പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് കിഡ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് അഡൾട്ട്സ് നമ്മളെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് നിർത്താൻ വേണ്ടി ചെയ്യുന്ന ആക്ഷൻസ് ആണ്. ദിസ് പെർട്ടിക്കുലർ റിജക്ഷൻ ക്യാൻ ഹാവ് സീരിയസ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോൺസിക്വൻസസ്. ഷോർട്ട് ടേം കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നാം, അല്ലെങ്കിൽ വി സ്റ്റാർട്ട് ഫേസിങ് സോഷ്യൽ ആങ്സൈറ്റി. മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പേടിയും മടിയും നമുക്ക് വരാൻ തുടങ്ങും. അത് മാത്രമല്ല, വി സ്റ്റാർട്ട് ഫേസിങ് ലോ സെൽഫ് എസ്റ്റീം. നമ്മളോട് തന്നെയുള്ളൊരു ബഹുമാനം കുറയാൻ തുടങ്ങും. ഇതെല്ലാം എക്സിസ്റ്റ് അൺടിൽ യു ഫൈൻഡ് എ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇൻ ടു വിച്ച് യു ഫിറ്റ് ഇൻ ടു. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഫേസ് പിയർ റിജക്ഷൻ കണ്ടിന്യൂസ്ലി? അവിടെയാണ് നമ്മുടെ ലോങ് ടേം കോൺസിക്വൻസസ് വരാൻ തുടങ്ങുക. ലൈക്ക് നമ്മൾ പഠിത്തത്തിൽ മോശമാവാൻ തുടങ്ങും, സ്കൂൾ ആൻഡ് കോളേജസിൽ നിന്നൊക്കെ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം, വി സ്റ്റാർട്ട് ഫേസിങ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ക്രിമിനൽ ബിഹേവിയേഴ്സിൽ നമുക്ക് എൻഗേജ് ആകാൻ പറ്റും. ഓവറോൾ പെർമനൻ്റ്ലി നമുക്ക് സൊസൈറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. സോ വാട്ട് കോസസ് പിയർ റിജക്ഷൻ? ബീയിങ് ആൻ ഇൻട്രോവേർട്ട്. ആദ്യം തന്നെ ഇത് മനസ്സിലാക്കുക, ദാറ്റ് ഇൻട്രോവേർട്ട് ആകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ സംടൈംസ് യു പുട്ട് യുവർ സെൽഫ് ഇൻ ടു ദ ഷെൽ സോ മച്ച് ദറ്റ് യു സ്റ്റാർട്ട് ഫേസിങ് സോഷ്യൽ ആങ്സൈറ്റി. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടു വേ ചാനൽ. എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരാനും നിങ്ങളെ കൊണ്ട് നടക്കാനും ആൾക്കാർ ഉണ്ടാകില്ല. സോ ഇഫ് യു കീപ് പുള്ളിങ് യുവർ സെൽഫ് ബാക്ക്, യുവർ പിയർ ഗ്രൂപ്പ് വിൽ മൂവ് ഓൺ വിതൗട്ട് യു. ബീയിങ് ഡിഫറെൻറ്റ്. വെൻ എ പേഴ്സൺ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദിയർ പിയർ ഗ്രൂപ്പ്. ഒന്നില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയാവാം, അല്ലെങ്കിൽ നമ്മളെ കാണാനുള്ള രീതിയായിരിക്കും, ഓർ എൽസ് ദ വേ വി ബിഹേവ്. അല്ലെങ്കിൽ ഇഫ് വെൻ വി ആർ ഫ്രം എ ടോട്ടലി ഡിഫറെൻറ്റ് സൊസൈറ്റി, ഒരു പിയർ ഗ്രൂപ്പ് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ദേ ഗെറ്റ് ഇൻ ടു ഡിഫെൻസ് മോഡ്. അവർ ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് രീതിയിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും. ബ്രേക്കിംഗ് ട്രസ്റ്റ്. എല്ലാ പിയർ ഗ്രൂപ്പിലും ദർ വിൽ ബി സം അൺറിട്ടേൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അവരുടേതായ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടാവും ആൻഡ് അവരുടേതായ സീക്രറ്റ്സ് ഉണ്ടാവും. If you show behaviors that destroys the reputation of a peer group, you will officially be out of it. Another reason for peer rejection is നമ്മുടെ തന്നെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ വാശി. We often forget about empathy and we start focusing on getting sympathy. നമ്മൾ ഡിമാൻഡിങ് ആകാൻ തുടങ്ങും, എല്ലാം നമുക്ക് വേണ്ട പോലെ നടക്കാൻ വേണ്ടി നമ്മൾ വാശി പിടിക്കാൻ തുടങ്ങും. ഇനി അഥവാ നടന്നില്ലെങ്കിൽ നമ്മൾ ദേഷ്യം കാണിക്കാൻ തുടങ്ങും, or else we start blackmailing. But remember, nobody wants to hear about you or focus onto you for 24/7. നമ്മുടെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. എല്ലാവരും ആർ എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സോ ആർ ദ പിയർ ഗ്രൂപ്പ്സ്. ദേ ബിഹേവ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഫിറ്റ് ഇൻ ടു ദ സൊസൈറ്റി. അപ്പോൾ നമ്മൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നോംസ് ആയിട്ട് ഫിറ്റ് ഇൻ ആകാത്ത ബിഹേവിയർ കാണിച്ചാൽ നോബഡി വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ അസോസിയേറ്റിംഗ് വിത്ത് യു. കോൺസ്റ്റൻ്റ്ലി പിയർ റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ വി സ്റ്റാർട്ട് ഡിസ്ക്രൈബിങ് ourselves in negative terms. നമുക്ക് ഡിപ്രഷനും വരാം ആൻഡ് ഓൾസോ വി ക്യാൻ ഷോ suicidal behavior. Now let us look at how we can deal with peer rejection. Introspect. നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. Try to understand yourself internally and externally and try to understand what is the image that you portray in the society. നിങ്ങൾ ടു ഡിമാൻഡിങ് ഓർ അറ്റൻഷൻ സീക്കിംഗ് ആണെങ്കിൽ ബി അവെയർ ഓഫ് ഇറ്റ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. ട്രീറ്റ് പീപ്പിൾ ദ വേ യു വോണ്ട് ടു ബി ട്രീറ്റഡ്. അവോയ്ഡ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. ഐ നോ ഇറ്റ് ഈസ് ഈസി സെഡ് ദെൻ ഡൺ. പക്ഷെ നമ്മൾ സോഷ്യൽ ബീങ്സ് ആണ് ആൻഡ് നമ്മൾ സൊസൈറ്റിയിലേക്ക് അക്സെപ്റ്റഡ് ആണ് ആകേണ്ടത്. എല്ലാവരും സൊസൈറ്റീൻ്റെ പീസ് ആൻഡ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കണം. പക്ഷെ ഇഫ് യു ഡു ദ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഇഫ് യു ട്രൈ ടു ഡിസ്ട്രോയ് ദ പീസ് ആൻഡ് ഹാർമണി, definitely you will be avoided. Take the first step.
ബീങ് എൻ ഇൻട്രോവേർട്ട് ഇസ് നോർമൽ, പക്ഷേ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആകാൻ വേണ്ടി നമ്മൾ തന്നെ മുമ്പോട്ട് പോയി നമ്മൾ തന്നെ റീച്ച് ഔട്ട് ചെയ്യണം. ഇഫ് യു ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഹാർഡ് ടു റീച്ച് ഔട്ട്, മേക്ക് എൻ എക്സ്ട്രോവേർട്ടഡ് ഫ്രണ്ട്. അവരുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സോഷ്യൽ സർക്കിൾസിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള കീ കിട്ടും. പക്ഷേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റിയൊക്കെ നിങ്ങൾക്കാണ്. നിങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങളൊരു പിയർ ഗ്രൂപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ട്രൈ ടു ലേൺ മോർ അബൌട്ട് ദ സൊസൈറ്റി. നിങ്ങളുടെ യുണീക്നെസ് കുറയ്ക്കണമെന്നൊന്നല്ല ഉദ്ദേശിക്കണേ, ബട്ട് ലേൺ മോർ അബൌട്ട് ദ പീപ്പിൾ അറൗണ്ട് യു ആൻഡ് ഗിവ് ദം എ ഷെയർ ഓഫ് ദ ലൈംലൈറ്റ്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ, പീപ്പിൾ വിൽ സ്റ്റാർട്ട് മെൽറ്റിംഗ് ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് യു. നിങ്ങളൊരു പിയർ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു വർക്ക് അക്കോർഡിംഗ് ടു ഇറ്റ്സ് റൂൾസ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ഓരോന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു കീപ്പ് ഇറ്റ് വിത്ത് യു. നമ്മുടെ പിയർ ഗ്രൂപ്പ് നമ്മുടെ എക്സ്റ്റേണൽ ഫാമിലി പോലെയാണ്. ദേ ആർ ദ ചാനൽ ത്രൂ വിച്ച് വി ഇൻട്രാക്ട് വിത്ത് ദ സൊസൈറ്റി. ഇനി ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് യുവർ പിയർ ഗ്രൂപ്പ്, റെസ്പെക്ട് ദം ആൻഡ് ലീവ് പൊളൈറ്റ്ലി. ഡിസ്റെസ്പെക്ടിങ് ദം വിൽ ഓൺലി കോസ് യു ഹാം, ബിക്കോസ് എല്ലാ പിയർ ഗ്രൂപ്പ്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് പിയർ റിജക്ഷൻ സഫർ ചെയ്യുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ ട്രൈ ടോക്കിംഗ് ടു ദം ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ദറ്റ് ദേ ആർ മേക്കിംഗ്. മേക്ക് ദം അവെയർ ഓഫ് ഇറ്റ്. കാരണം പിയർ റിജക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാൻ സംടൈംസ് ലീഡ് ടു സീരിയസ് ഡാമേജസ് ഇൻ എ പേഴ്സൺസ് ലൈഫ്. വി ഹ്യൂമൻ ബീങ്സ് നീഡ് ടു ഫീൽ ലവ്ഡ് ആൻഡ് വാണ്ടഡ്. നമുക്ക് നമ്മുടെ ഫാമിലി അല്ലാണ്ടും ആൾക്കാരെ ആവശ്യമുണ്ട് ഈ സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കാൻ. റിജക്ഷൻ ഒരു സീരിയസ് കാര്യമാണ്, പക്ഷെ ഡോണ്ട് ലെറ്റ് ഇറ്റ് ഡിഫൈൻ യു. റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ ഗെറ്റ് ഇൻ ടു ദ ഇൻട്രോസ്പെക്റ്റീവ് മോഡ്. എന്താണ് തെറ്റുപറ്റിയത് ആൻഡ് ഇതിലൂടെ നമുക്ക് എങ്ങനെ വളരാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക ആൻഡ് കീപ് മൂവിങ് ഫോർവേഡ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ഫൈൻഡ് എ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വെയർ യു ഫിറ്റ് ഇൻ ടു ആൻഡ് വെയർ പീപ്പിൾ വിൽ റെസ്പെക്റ്റ് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഡു ലീവ് എ കമൻറ്റ് ബിലോ, ഓർ യു ക്യാൻ ഓൾസോ കോൺടാക്ട് മീ അറ്റ് മൈ ഇമെയിൽ അഡ്രസ്.